യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാ അതോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവിളിയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ലേഖനമാണ് പത്രോസ് എഴുതിയ ലേഖനം. ദൈവവിളി കേട്ട് ക്രിസ്തുവിന് വിധേയപ്പെട്ട ജീവിതങ്ങളെയും ദൈവവിളി കേൾക്കാതെ ക്രിസ്തുവിന് അന്യപ്പെട്ട ജീവിതങ്ങളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പഠനം ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട്. ദൈവവിളി കേൾക്കാതെ അന്യപ്പെട്ട ജീവിതങ്ങൾ മോഹങ്ങൾക്ക് അടിമയായി ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഫലശൂന്യമായിരിക്കും. അതായത് ദൈവവിളി കേൾക്കാത്തവർക്ക് ഫലം നൽകുവാൻ കഴിയില്ല. ദൈവവിളി കേട്ടവരുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്ന് വിശദമാക്കുന്ന തിരുവചന ഭാഗമാണ് 1 പത്രോസ് 1:13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവവിളി കേൾക്കുന്നവരിൽ കാണപ്പെടുന്ന 3 പ്രത്യേകതകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 1. ദൈവവിളി കേട്ടവർ വിശുദ്ധരും അനുസരണമുള്ളവരും ആയിരിക്കും. 1 പത്രോസ് 1:15. യജമാനെ അനുസരിക്കുക എന്നതാണ് ശിഷ്യൻ്റെ ചുമതല. ദൈവഹിതം അനുസരിക്കുന്നത് യാഗങ്ങളെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന 1 ശമൂവേൽ 15:22 പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ഉള്ള അമാലേക്യരുടെ ആക്രമണം ആണ്. അമാലേക്യരെയും വസ്തുവകളെയും മുഴുവൻ നശിപ്പിക്കണം എന്ന കൽപ്പന അനുസരിച്ച് ശൗൽ അമാലേക്യരെ തോൽപ്പിച്ചു. എങ്കിലും എല്ലാവരെയും നിർമൂലമാക്കാതെ മേൽത്തരമായ ആടുമാടുകളെ ജീവനോടെ സൂക്ഷിച്ചു. ഇതെന്തിനു ചെയ്തു എന്ന ശമൂവേലിൻ്റെ ചോദ്യത്തിന് ശൗൽ നൽകിയ മറുപടി അവയെ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നതിനു വേണ്ടി സൂക്ഷിച്ചു എന്നാണ്. ഈ സമയത്ത് ശമൂവേൽ പറഞ്ഞത് യാഗമല്ല, അനുസരണമാണ് വേണ്ടത്. അനുസരണം പോലെ തന്നെ വിളിക്കപ്പെട്ടവർ ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. വിശ്വാസി നാട്ടുനടപ്പല്ല സ്വീകരിക്കേണ്ടത്, വിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധി സ്വീകരിക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന്. 1 തെസ്സലോനിക്കർ 4:7. വിശ്വാസി ലോക മനുഷ്യരിൽ വ്യത്യസ്തനായിരിക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണത്തിലും വിശുദ്ധിയിലും നിലനിൽപ്പാനാണ്. 2. ദൈവവിളി കേട്ടവർ ഭയഭക്തിയുള്ളവരായിരിക്കണം. 1 പത്രോസ് 1:17. ഇവിടെ ഭയമെന്ന് പറഞ്ഞിരിക്കുന്നത് അനുസരണ സാധാരണയായി പറയുന്ന പേടിയല്ല, പിന്നെയോ ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന ഭയമാണ്. ഈ ഗുണവിശേഷം നമ്മിൽ വളർച്ചയെടുക്കുവാൻ സഹായിക്കുന്നത് എപ്രകാരമെന്ന് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനി ഇവിടെ പ്രവാസിയാണ്. സ്വർഗമാണ് അവൻ്റെ വാസസ്ഥലം. അവനിൽ എപ്പോഴും ദൈവിക ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. ഈ ലോകത്തിലെ ജീവിതം വിശ്വാസിയുടെ ഭാവിയെ നിയന്ത്രിക്കുന്ന കളരി ആകയാൽ ചുമതലകൾ ഉത്തരവാദിത്വബോധത്തോടെ നിർവഹിക്കണം. ക്രിസ്തു തൻ്റെ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തിരിക്കുന്നതിനാൽ നാം ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. കർത്താവിന് നാം വിലപ്പെട്ടവരാണ് എന്ന ഓർമ്മ ഭയഭക്തിയിൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കും. അതെ, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വിലയേറിയ രക്തം ചൊരിഞ്ഞാണ്. ഒരിക്കൽ അവൻ്റെ മുൻപിൽ ന്യായവിധിക്കായി നാം നിൽക്കേണ്ടുന്നവരും ആണ്. അതിനാൽ കർത്താവിനോടുള്ള ഭയഭക്തിയിൽ നമ്മുടെ ജീവിതം നമുക്ക് നയിക്കാം. 3. വിളി കേട്ടവർ സഹോദരനെ ഉറ്റ് സ്നേഹിക്കണം. 1 പത്രോസ് 1:22. ദൈവം സ്നേഹമാകിയാൽ ദൈവത്തിൽ ജനിച്ചവരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹോദരനെയും സ്നേഹിക്കണം. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്
സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല എന്ന. ഈ സ്നേഹം നാം ആദ്യം കാണുന്നത് കാൽവറിയിലാണ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് കാണുന്ന എല്ലാ സ്പർദ്ധയ്ക്കും, യുദ്ധങ്ങൾക്കും, ഭീകരപ്രവർത്തനങ്ങൾക്കും എല്ലാം കാരണം സ്നേഹം നഷ്ടപ്പെട്ടതാ. രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിച്ച് നടക്കുന്ന വിശ്വാസികളിൽ പോലും ഇന്ന് സഹോദര സ്നേഹം ഇല്ല. സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, സ്നേഹം സ്പർശിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായി ചിന്തിക്കുന്നില്ല, എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമാണോ നമ്മിലുള്ള സ്നേഹം? നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാ. എന്നാൽ സഹോദരനെയോ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്. 1 യോഹന്നാൻ 4:20 വാക്യം. സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇരുട്ടിൽ നടക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 2:9. ദൈവത്തെയും സഹോദരനെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ ദൈവവിളിക്കട്ടവനാ. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. വിളിക്കട്ടവരിൽ അനുസരണവും വിശുദ്ധിയും ഭയഭക്തിയും ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഉണ്ടായിരിക്കും. നമ്മിൽ ഈ ഗുണങ്ങളുണ്ടോ കർത്താവേ? ദൈവവിളി കേൾക്കുന്നവരിലുള്ള എല്ലാ ഗുണവും ഉള്ള വിശ്വാസിയായിരിക്കാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. മശിഹയായി വന്നു, മരണത്തെ ജയിച്ചു, മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മശിഹയായി വന്നു, മരണത്തെ ജയിച്ചു, മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹൽ സ്നേഹം. യേശുവിൻ സ്നേഹം, ആ മഹൽ സ്നേഹം, ആഹാ അതോർക്കുമ്പോൾ